തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇ.പി. ജയരാജനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ പുറത്തുവരുന്നത് പതിവായിരിക്കുകയാണ്. ഏറെ നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് CPM-നെ പിടിച്ചുകുലുക്കിയ ഇ.പി. ജാവദേക്കർ കൂടിക്കാഴ്ച ഉണ്ടായതെങ്കിൽ ഇന്നിതാ ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആത്മകഥയിലെ പരാമർശങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. CPM-ലേക്ക് എത്തിയ ഏറ്റവും പുതിയ അതിഥിയായ പി സരിനെ കുറിച്ചും അതേ ആത്മകഥയിൽ പ്രതിപാദിച്ചുവെങ്കിൽ അതിലൊരു അസ്വാഭാവികതയ്ക്ക് സ്ഥാനമുണ്ട് എന്ന് വേണം കരുതാൻ. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള സീസണൽ വിവാദങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം എന്താണ്? ആരാണ് ആ വിവാദങ്ങൾക്ക് പിന്നിലുള്ളത്? പരിശോധിക്കാം. BJP-യുടെ കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജനെ സന്ദർശിച്ചതാണ് ആദ്യം വിവാദത്തിന് തിരികൊളുത്തിയത്. അന്ന് ഇ.പി. LDF-ന്റെ കൺവീനർ കൂടിയായിരുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു മുന്നണിയുടെ പ്രശസ്തനായ നേതാവ് ഒരു BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് CPM-നെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പിന്നീട് തന്നെ കാണാൻ തന്റെ മകന്റെ ഫ്ളാറ്റിൽ ജാവദേക്കർ വന്നിരുന്നുവെന്ന് ഇ.പി. ജയരാജൻ തുറന്ന് സമ്മതിച്ചതോടെ BJP-CPM ഡീൽ എന്ന ആരോപണവുമായി UDF രംഗത്തെത്തി. താൻ ഫ്ളാറ്റിലുള്ളപ്പോൾ മുന്നേ അറിയിക്കാതെയാണ് ജാവദേക്കർ കയറി വന്നതെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല എന്നും ഇ.പി. വിശദീകരിച്ചുവെങ്കിലും പാർട്ടി നേതൃത്വം ചെവിക്കൊണ്ടില്ല. വോട്ട് ചെയ്ത് ഇറങ്ങി വരുന്ന നേരത്തായിരുന്നു ഇ.പി.യുടെ തുറന്നു പറച്ചിൽ എന്നതും പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കെ CPM-ന് ഏറെ കളങ്കമായ ഈ വിവാദത്തിന്റെ ഏറ്റവും അവസാനം ഇ.പി.യുടെ കൺവീനർ സ്ഥാനം തെറിക്കുകയും ചെയ്തു. അതിലുള്ള അതൃപ്തി കൂടി ഇ.പി. തന്റെ ആത്മകഥയിൽ എഴുതി വെച്ചിട്ടുണ്ട്. തന്റെ ഭാഗം കേൾക്കാതെയായിരുന്നു ആ നടപടിയെന്നും കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന തനിക്ക് നേരെ കേന്ദ്ര കമ്മിറ്റിയാണ് നടപടി എടുക്കേണ്ടിയിരുന്നതെന്നും ഇ.പി.യുടെ ആത്മകഥയിലുണ്ട്. അന്ന് ലോക്സഭയാണെങ്കിൽ ഇന്ന് ഏറെ നിർണായകമായ വയനാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ. സംസ്ഥാന സർക്കാരിന് നേരെ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിനായി അരയും തലയും കെട്ടി മുറുക്കിയാണ് CPM രംഗത്തിറങ്ങിയത്. എന്നാൽ അതിന്റെയെല്ലാം ശോഭ കെടുത്തുന്നതായി വോട്ടിംഗ് ദിനത്തിലുണ്ടായ ആത്മകഥാ വിവാദം. ജനങ്ങൾ വോട്ട് ചെയ്യാനായി വരി നിൽക്കുമ്പോഴാണ് ഒന്നാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള മികച്ച അഭിപ്രായം രണ്ടാം പിണറായി സർക്കാരിനില്ല എന്നും താരതമ്യേന ദുർബലമാണെന്നുമുള്ള ജയരാജന്റെ വിവാദ അഭിപ്രായം പുറത്തുവരുന്നത്. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നിരവധിയുണ്ട് എങ്കിലും ഇതിനുമപ്പുറം ജനങ്ങൾ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും ഇ.പി. ജയരാജൻ തുറന്നടിക്കുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പാർട്ടിയെ കൂടുതൽ വെട്ടിലാക്കിക്കൊണ്ട് പി സരിനെതിരെയും ജയരാജൻ രംഗത്തെത്തുന്നുണ്ട്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചു വരുന്നവൻ വയ്യാവേലിയാണെന്നും സരിനെ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കുമെന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടിക്ക് നേരെയുള്ള ചൂണ്ടുമുനകൾ തന്നെയാണ് ഇവയെല്ലാം എന്നത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് ശേഷം പാർട്ടിയുമായി ഇ.പി. ജയരാജൻ അത്ര സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. അതിനാൽ തന്നെയായിരുന്നു ഇ.പി. ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ അഭ്യർത്ഥിച്ചത്. എന്നാൽ ഇപ്പോൾ ഇതാ വീണ്ടും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി ഇ.പി. മറ്റൊരു വിവാദ കൊടുങ്കാറ്റിനെ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. ഇ.പി. ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പോടയും എന്ന പുസ്തകത്തിൽ പാർട്ടിക്കെതിരെയും രണ്ടാം പിണറായി സർക്കാരിനെതിരെയും രൂക്ഷ വിമർശനമാണ് ഉള്ളത്. വിവാദ ദല്ലാൽ വിഷയത്തിലും ഇ.പി. തുറന്നെഴുതിയിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരു പ്രാവശ്യം മാത്രമാണെന്നും LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് പാർട്ടി തന്നെ കേൾക്കാതെയാണെന്നും ഇ.പി. തുറന്നെഴുതുന്നുണ്ട്. താനില്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് തന്നെ നീക്കുന്ന കാര്യം ചർച്ച ചെയ്യുന്നത്. പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് താൻ ഏറ്റവും അധികം നേരിട്ട വലിയ പ്രയാസം. കേന്ദ്ര കമ്മിറ്റിയാണ് തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് എന്നിരിക്കെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനം അണികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്നും ഇ.പി. തുറന്നെഴുതുന്നുണ്ട്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വലിയ രീതിയിൽ ചർച്ചയാക്കിയത്, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാകെ തന്നെ ചർച്ചയാക്കിയത് വലിയ ഗൂഢാലോചനയുണ്ട് എന്നും ഇ.പി. ജയരാജൻ എഴുതുന്നുണ്ട്. ദേശാഭിമാനി പത്രം സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് പരസ്യവും ബോണ്ടും വാങ്ങിയത് പാർട്ടിയെ അറിയിച്ച ശേഷമായിരുന്നുവെന്നും ഇ.പി. എഴുതുന്നുണ്ട്. എന്നാൽ VS തനിക്കെതിരെ ഇത് ആയുധമാക്കുകയാണുണ്ടായത്. വിഭാഗീയതയുടെ കാലത്ത് വലിയ രീതിയിൽ പലരും തനിക്കെതിരെ ഈ വിഷയം എടുത്തിട്ടു. തന്നെ താറടിച്ചു കാണിക്കാൻ ശ്രമിച്ചുവെന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. ഏറെ വിവാദമായ വൈദേകം റിസോർട്ടിനെ കുറിച്ചും ഇ.പി. എഴുതി വെക്കുന്നുണ്ട്. നേതാക്കൾക്ക് താമസിക്കാനാണ് ഈ കെട്ടിടം ഒരുക്കിയതെന്നാണ് ഇ.പി.യുടെ വാദം. റിസോർട്ട് എന്ന് പേര് നൽകിയത് മാധ്യമങ്ങളാണ്. മകന്റെയും ഭാര്യയുടെയും പണമാണ് നിക്ഷേപിച്ചതെന്നും അവ കള്ളപ്പണമാണെന്ന് പറഞ്ഞു പരത്തപ്പെട്ടുവെന്നും ഇ.പി. ജയരാജൻ പറയുന്നുണ്ട്. ഇത്രയുമാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. പക്ഷേ ഇത്രയും വിവാദങ്ങളെല്ലാം ഉടലെടുത്ത സാഹചര്യത്തിൽ ആ വാർത്തകളെയെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇ.പി. ജയരാജൻ രംഗത്തെത്തി. താൻ എഴുതാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നതെന്നാണ് ഇ.പി. ജയരാജന്റെ പ്രതികരണം.